സ്വാഗതം. നമ്മളിന്ന് അത് നിങ്ങൾ പങ്കുവച്ച ആ രേഖയില്ലേ, ഇന്ത്യയും നിർണായക സാങ്കേതിക വിദ്യകളും ഒരു വിശകലനം, അതെ, അതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുകയാണ്. ഒരു പുതിയ ഗ്ലോബൽ ഇൻഡെക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജീസ് CETs, അതിൽ ഇന്ത്യ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്, അതൊരു പ്രധാനപ്പെട്ട വിശകലനമാണ്. പ്രധാനമായിട്ടും ഒരു 5 ടെക്നോളജികളാണ് ഫോക്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ബയോടെക്നോളജി, സെമി കണ്ടക്ടറുകൾ, സ്പേസ് ടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി. അപ്പൊ ഈ സൂചികയിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സൂചികയിലെ മൊത്തം 25 രാജ്യങ്ങളെയാണ് താരതമ്യം ചെയ്യുന്നത്. അത് അമേരിക്ക, ചൈന, യൂറോപ്പ്, ഇവർക്ക് പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. അതെ, ആദ്യത്തെ ആ ഒരു ടോപ്പ് ടിയർ കഴിഞ്ഞാൽ പിന്നത്തെ ഗ്രൂപ്പിലാണ് ഇന്ത്യ വരുന്നത്. അത് ശ്രദ്ധേയമാണ്. ഇവിടെ ഒരു കൗതുകം എന്താന്ന് വെച്ചാൽ അമേരിക്ക മിക്കതിലും മുന്നിലാണെങ്കിലും ചൈന ഉണ്ടല്ലോ, അവര് വളരെ വേഗത്തിൽ ആ ഗ്യാപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ബയോടെക്നോളജിയിലും ക്വാണ്ടം ടെക്നോളജിയിലുമൊക്കെ. അപ്പൊ ഈ സൂചികയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, ഒരു 35%, അത് സെമി കണ്ടക്ടറുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെ. പിന്നെയാണ് AI 25%, ബയോടെക്നോളജി 20%. എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടറിന് ഇത്ര പ്രാധാന്യം? അത് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന AI ആയാലും ശരി, ക്വാണ്ടം ആയാലും ശരി, സ്പേസ് ആയാലും, മിക്കവാറും എല്ലാ ആധുനിക ടെക്നോളജിയുടെയും ഒരു അടിസ്ഥാനം, ആ അടിത്തറ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറുകളാണ്. ശരി. അപ്പൊ അതിൽ പിന്നോട്ട് പോയാൽ അത് മറ്റെല്ലാത്തിനെയും ബാധിക്കും. അതുകൊണ്ടാണ് ആ വെയിറ്റേജ്. മനസ്സിലായി. പിന്നെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ 7ാം സ്ഥാനത്താണ്, റഷ്യ 3ാമതുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു രാജ്യത്തിന് ഈ ടെക്നോളജികളിൽ മുന്നേറണമെങ്കിൽ ഫണ്ടിംഗ് വേണം, നല്ല കഴിവുള്ള ആളുകൾ വേണം, ഗവേഷകർ, എഞ്ചിനീയർമാർ, പിന്നെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ കേപ്പബിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം ഈ സൂചിക നോക്കുന്നുണ്ട്. അതെല്ലാം പരിഗണിച്ചിട്ടാണ് റാങ്കിങ്. അതെ. നമ്മൾ ഈ പറഞ്ഞ 5 ടെക്നോളജികൾ, AI, ബയോടെക്, സെമി കണ്ടക്ടർ, സ്പേസ്, ക്വാണ്ടം, ഇതിലൊക്കെ ഇന്ത്യ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ടല്ലേ, പല മിഷനുകളൊക്കെ. തീർച്ചയായും. ഇപ്പോ നാഷണൽ ക്വാണ്ടം മിഷനുണ്ട്, പിന്നെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ISM, ഇന്ത്യ AI മിഷൻ, ഇതൊക്കെ സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന പദ്ധതികളാണ്, ഓരോ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാൻ. നല്ല കാര്യമാണ്. പക്ഷേ ഈ രേഖ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ വിശ്വഗുരു, ആത്മനിർഭർ ഭാരത് എന്നൊക്കെയുള്ള നമ്മുടെ വലിയ ലക്ഷ്യങ്ങളും ഈ സൂചികയിലെ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനവും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്, ഒരു അന്തരം കാണുന്നുണ്ട്. അതെ. ആ താരതമ്യം അത് പ്രധാനമാണ്. കാരണം ഇന്ത്യക്ക് അതിൻ്റെതായ ശക്തികളുണ്ട് കേട്ടോ. തീർച്ചയായും. വലിയൊരു യുവജനത, അതാണ് പ്രധാന പ്രതിഭാസമ്പത്ത്. നമ്മുടെ IT സർവീസ് സെക്ടർ അത് വളരെ ശക്തമാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇവിടെയാണ്. പിന്നെ നമ്മുടെ ഇസ്രോ, കുറഞ്ഞ ചെലവിൽ വലിയ നേട്ടങ്ങൾ. അതെ, ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ്സ് ആണ്, സാധ്യതകളാണ്. എന്നാൽ വെല്ലുവിളികളും വലുതാണല്ലേ. പ്രധാനമായിട്ടും ഈ ആരാണ്ടിക്ക്, ഗവേഷണത്തിന് നമ്മൾ ചെലവാക്കുന്ന പണം. അതെ. GDPയുടെ 0.7% താഴെയാണെന്നാണ് പറയുന്നത്. ഇത് വളരെ കുറവല്ലേ? വളരെ കുറവാണ്. മുൻനിര രാജ്യങ്ങളൊക്കെ ഏതാണ്ട് 2 മുതൽ 3% വരെ GDPയുടെ ആരാണ്ടിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് നമ്മുടെ ഈ 0.7%. അപ്പോൾ ഈ സെമി കണ്ടക്ടർ പോലെയുള്ള മേഖലകളിൽ അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം, ദീർഘകാല ഗവേഷണം വേണം. അതെ. അവിടെ ഈ ഫണ്ടിംഗ് കുറവ് ഒരു പ്രധാന തടസ്സം തന്നെയാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും R&D നിക്ഷേപം കൂട്ടണം. പിന്നെ നമ്മൾ ഈ സേവന മേഖലയില്, IT സർവീസില് മിടുക്കരാണെങ്കിലും ഈ അടിസ്ഥാന നിർമ്മാണത്തില്, പ്രത്യേകിച്ച് ചിപ്പ് നിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ പിന്നിലാണ്. ശരിയാണ്. ആ ഒരു മാനുഫാക്ചറിംഗ് ബേസ്, പ്രത്യേകിച്ച് ഹൈടെക് മാനുഫാക്ചറിംഗ്, അവിടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പിന്നെ കഴിവുള്ളവർ പുറത്തേക്ക് പോകുന്നത്, ബ്രെയിൻ ഡ്രെയിൻ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ നിർണായക ഘടകങ്ങൾക്ക് നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്, അതും ഒരു വെല്ലുവിളിയാണ്. അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ വിശകലനം എന്താണ് ശരിക്കും നമ്മളോട് പറയുന്നത്? എന്താണ് ഇതിന്റെ ഒരു ആകത്തുക? ഈ സൂചിക നമുക്കൊരു റിയാലിറ്റി ചെക്ക് തരുന്നു എന്ന് പറയാം. ഇന്ത്യക്ക് വലിയ സാധ്യതകളുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു ഗ്ലോബൽ ടെക്നോളജി പവർ ഹൗസ് ആകണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. അതിന് വ്യക്തമായ ചില കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ഒന്ന്, ഈ R&D നിക്ഷേപം
അത് കാര്യമായിട്ട് കൂട്ടണം. 2, ഈ സർവീസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അടിസ്ഥാന ഗവേഷണത്തിലും ഈ പറഞ്ഞ പോലെ ഉൽപ്പന്ന നിർമ്മാണത്തിലും ശ്രദ്ധിക്കണം. ശരി. പിന്നെ നമ്മുടെ വലിയ മനുഷ്യവിഭവശേഷി, അവരെ ഈ പുതിയ ടെക്നോളജികളിൽ സ്കില്ല് ചെയ്യണം. നല്ല കഴിവുള്ളവരെ ഇവിടെ തന്നെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം. പിന്നെ സ്ട്രാറ്റജിക്കായിട്ടുള്ള അന്താരാഷ്ട്ര സഹകരണം അതും പ്രധാനമാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ വിശകലനം കാണിക്കുന്നത് ഇന്ത്യയുടെ കഴിവുകളും ലക്ഷ്യങ്ങളും തമ്മിലൊരു വിടവുണ്ടെന്നാണ്. അത് നികത്താൻ ഒരുപാട് പരിശ്രമം ആവശ്യമുണ്ട്. അതെ, സാധ്യതകളുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ശരിയാണ്. ഇവിടെ അവസാനം ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഈ രേഖ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സർക്കാർ ലാബുകൾ, അതായത് DRDO, ISRO പോലുള്ളവ, നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, IITs, IISc പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ സ്വകാര്യ മേഖല, ഇവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു സഹകരണ ഇക്കോസിസ്റ്റം അതെങ്ങനെ നമുക്ക് കാര്യക്ഷമമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. വെറും നയപരമായ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഈ ഗവേഷണത്തിലും നിർമ്മാണത്തിലുമൊക്കെയുള്ള വിടവുകൾ നികത്താൻ ഈ കൂട്ടായ്മ എത്രത്തോളം സഹായിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ശരി.